ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെയ്ത്ത് ടിപ്സിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്ന ചോദ്യം, ഈശോയുടെ രണ്ടാം വരവ് എപ്പോ എങ്ങനെയായിരിക്കും? ഈശോ രണ്ടാമത് വരുവോ എന്നൊരു സംശയം ഇതെല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു സംശയം വേണ്ട എന്നുള്ളതാണ്. കാരണം ഈ രക്ഷകന്റെ ഒന്നാം വരവിനെ കുറിച്ചും ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ ഈശോയുടെ വരവിനെ കുറിച്ച് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. ഒരുപാട് കാത്തിരുന്നിട്ടും ഈശോ വരാതായപ്പോൾ രക്ഷകന്റെ ഈ വരവിനെ കുറിച്ച് ആളുകൾ സംശയിച്ചു തുടങ്ങി. എന്നാൽ കാലങ്ങൾക്കിപ്പുറം സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ഈശോ പരിശുദ്ധ അമ്മയിൽ നിന്ന് ജനിച്ചു. ഒന്നാമത്തെ വരവ് വാഗ്ദാനം ചെയ്തത് സംഭവിച്ചെങ്കിൽ രണ്ടാം വരവിനെ കുറിച്ചും സംശയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈശോ വരും, എന്നാൽ അത് എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. അത് ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. ആദിമസഭയിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈശോ ഉടൻ വരും എന്ന് വിചാരിച്ച് എല്ലാം ഉപേക്ഷിച്ച് അവർ കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ ഈശോയുടെ വരവ് വൈകിയപ്പോൾ ഒന്നാം വരവിനെ പോലെ തന്നെയുള്ള ആശങ്ക ഈ രണ്ടാം വരവിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടായി. ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അതിനുള്ള ഉത്തരം കൃത്യമായി വിശ്വാസികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈശോ വരുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ നമ്മെ തേടി എല്ലാ ദിവസവും അവിടുന്ന് വരുന്നുണ്ട്. ഇത് ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടിയുള്ള നമുക്കായി അവിടുന്ന് തരുന്ന ഉറപ്പിന്റെ കൃത്യമായ സൂചനയാണ് എന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദിമസഭയുടെ പ്രാർത്ഥന ഇതുതന്നെയായിരുന്നു. കർത്താവെ വേഗം വരണമേ എന്നർത്ഥം വരുന്ന മാറാനാത്ത എന്ന് അവർ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് ഉത്തരം കൊടുത്തു. എല്ലാ ദിവസവും പരിശുദ്ധ അൾത്താരിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വർഗം അതിന് ഉത്തരം കൊടുത്തത്. അതിനാൽ ഈ സൂചനകളിൽ നിന്ന് ഈശോ വീണ്ടും വരുമെന്ന് നാം ഉറപ്പായിട്ടും വിശ്വസിക്കണം. കൂടാതെ ഈ രണ്ടാം വരവിനായി നമ്മൾ ഒരുങ്ങണം. ആ സമയത്ത് നാം ജീവിച്ചിരിപ്പുണ്ടാവുമോ? ഇനി പണ്ടേ മരിച്ചിട്ടുണ്ടാവുമോ? നമുക്കതൊന്നും അറിയത്തില്ല. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനോട് കൂടെയാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനം. ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനോടൊത്താണോ, അവന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചിട്ടാണോ ജീവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് എങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈശോയുടെ രണ്ടാം വരവിന്റെ സമയത്ത് ജീവിച്ചിരിക്കുന്നവരും നേരത്തെ മരിച്ചു പോയവരും എല്ലാവരും രൂപാന്തരപ്പെടും. ആ സമയത്ത് നാം കർത്താവിനോട് കൂടെയാകും എന്ന സത്യമാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനാൽ കർത്താവ് വരും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. യുക്തി വെച്ച് ചിന്തിക്കുന്നത് പലതും നടക്കില്ല എന്ന് തോന്നിയാലും വചനത്തിൽ പറഞ്ഞതെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സത്യമായും ഇതും സംഭവിക്കുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഇനി കർത്താവിന്റെ വരവിന് വേണ്ടി നാം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നാം കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കുക, കർത്താവിന്റെ ശരീരമായ തിരുസഭയോടൊത്ത് ജീവിക്കുക, തിരുസഭ നമ്മോട് ആവശ്യപ്പെടുന്ന സഭയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, പരസ്നേഹത്തിൽ വളരുക. ഇവയൊക്കെയാണ് ഈശോയുടെ വരവിനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടേതായ കാര്യങ്ങൾ. പലപ്പോഴും ഈ രണ്ടാം വരവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിലെ സംശയങ്ങളിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാം വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. അതിനെക്കുറിച്ച് നാം ചിന്തിക്കാറുമില്ല. എന്നാൽ മറ്റ് പല കാര്യങ്ങളിലും, ചിലപ്പോൾ വിശ്വാസ കാര്യങ്ങളിൽ, ഇനി ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച് തന്നെ നമുക്ക് വലിയ ഉത്കണ്ഠയാണ്. എന്നാൽ എന്താണ് പ്രധാനപ്പെട്ടത്? ഇവിടെ നാം ഗൗരവപരമായി ചിന്തിക്കേണ്ടത് ഈശോ വരുന്ന സമയത്തെക്കുറിച്ചല്ല, മറിച്ച് ഈശോ വരുമ്പോൾ വിധിയാളനായ അവിടുത്തെ ന്യായാസനത്തിന് മുമ്പിൽ ഞാൻ സ്വീകാര്യനാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനാൽ ലോക അവസാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ രണ്ടാം വരവിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ മാനസാന്തരമാണ്. അതിനുവേണ്ടിയാണ് അവിടുന്ന് കാത്തിരിക്കുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.